ഹമാസ് ഗസ വിടണം പറയുന്നത് ഇസ്രായേൽ അല്ല, പലസ്തീനാണ്. എന്താണ് പെട്ടെന്ന് പലസ്തീൻ ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നത്? മാത്രമല്ല, പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടി കൂടിയല്ലേ ഇത്? പിന്നെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാനൊക്കില്ല. അതായത് ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ ക്ലിയറാവും. അതായത് ഈ പലസ്തീൻ ആ പറയുന്ന മൊത്തം മേഖല അത് പിന്നീടാണ് ഇസ്രായേലും പാലസ്തീനും എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കപ്പെട്ടത്. അതായത് ജോർദാൻ നദിയുടെ ഒരു കരയിൽ ഇസ്രായേലും മറുകരയിൽ പലസ്തീനും എന്ന രീതിയിലാണ് വേർതിരിക്കപ്പെട്ടത്. അതായത് മുൻപ് ഇതെല്ലാം ഒറ്റ പ്രദേശമായിരുന്നു, അത് ബ്രിട്ടീഷ് കോളനിയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിനുശേഷം അവർ പിൻവാങ്ങിയതിന് ശേഷം ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതന്മാർക്ക് വേണ്ടി പതിച്ചു കൊടുത്തതാണ്. അപ്പോൾ സകല മറ്റ് ലോകങ്ങളിലുള്ള എല്ലാ ജൂതന്മാരും അവിടെ വന്ന് അവരുടെ ഒരു ആസ്ഥാനമായി ഇസ്രായേൽ കുടിയേറി, അല്ലെങ്കിൽ അവർ രാജ്യമാക്കി മാറ്റി. പക്ഷേ ഈ പലസ്തീൻ എന്ന് പറയുന്ന ആ ഭൂപ്രദേശം അത് ഈ അറബ് വംശത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതെന്നുള്ളത് പലസ്തീൻ അംഗീകരിച്ചില്ല. അവർ ഇസ്രായേലും അവരുടെ ഭാഗമാണ്, ആ ഒരു നിലപാടെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അന്ന് കാലം മുതൽ ഏതാണ്ട് കൃത്യം പറഞ്ഞ ഒരു 80 വർഷത്തിന് മേലായി തുടങ്ങിയ ഒരു സംഘർഷമാണിത്. രണ്ട് കരകളായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനായിട്ട് അറബ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സൈനിക നീക്കം നടക്കുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. പിന്നീടുള്ള യുദ്ധങ്ങളെല്ലാം ഇസ്രായേൽ ഏകപക്ഷീയമായി ജയിക്കുന്ന ഒരു സംഗതിയാണ്. അന്ന് മുതൽ ഈ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതും ഇസ്രായേലിൻ്റെ ഭാഗമാകണം എന്നാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പലസ്തീൻ വംശജരെ മുഴുവൻ അവിടെ നിന്ന് തുടച്ചു നീക്കുക, അവിടെ നിന്ന് അവർ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുക. പിന്നെ മറ്റൊരു ഭാഗമായി കിടക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൽ ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അവിടെ കുടിയിരുത്തി അവിടെ ഒരു ഇസ്രായേൽ അല്ലെങ്കിൽ ജൂത വംശത്തിൻ്റെ വ്യാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. നിലവിൽ ഐക്യരാഷ്ട്രസഭ, അതായത് ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഐക്യരാഷ്ട്രസഭയാണ് അംഗീകരിച്ചു കൊടുത്തത്. അതായത് ഒരു ഭാഗം പലസ്തീൻകാർക്കും മറ്റേ ഭാഗം ഇസ്രായേലുകാർക്കും. അങ്ങനെ ആ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ഒരു ആശയം അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സമ്മേളനം ന്യൂയോർക്കിൽ, അതായത് ന്യൂയോർക്ക് പ്രഖ്യാപനം എന്നൊരു പ്രഖ്യാപനം തന്നെ ഇന്നുണ്ടായി. അപ്പോൾ ന്യൂയോർക്കിൽ അമേരിക്കയുടെ അതായത് ഈ 2 സ്റ്റേറ്റ് കൺസെപ്റ്റ് എന്ന വിഷയത്തിൽ ഒരു സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തോട് ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ സഖ്യ രാഷ്ട്രമായ അമേരിക്കയും വിട്ടു നിൽക്കുകയാണ്. അവരിത് ബോയ്ക്കോട്ട് ചെയ്തു. കാര്യം അവർ ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിലവിലിപ്പോൾ അംഗീകരിക്കാൻ സൗകര്യമില്ല എന്നൊരു നിലപാടിലാണ്. അവർക്ക് ഇത് ഫലസ്തീൻ മേഖലയും കൂടി ഇസ്രായേലിൻ്റെ ഭാഗമാക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഈ നെതന്യാഹുവിൻ്റെ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമീപകാല ഒരു രാഷ്ട്രീയ ചിത്രത്തിലാണ് ഫലസ്തീനും കൈയടക്കണമെന്നുള്ള നിലപാടിലേക്ക് വന്നത്. ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ന്യൂയോർക്കിൽ ചേർന്ന സമ്മേളനത്തിൽ ഫലസ്തീൻ അനുകൂലികളെന്ന് നമ്മൾ കരുതിയിരുന്നവർ പോലും എടുത്തിരിക്കുന്ന നിലപാട് ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഹമാസ്, ഇപ്പോൾ എല്ലാവരുടെയും പൊതുശത്രു ഇപ്പോൾ ഹമാസായി മാറിയിട്ടുണ്ട്. ഹമാസ് ഗസയുടെ നിയന്ത്രണം പലസ്തീന് തിരിച്ചു കൊടുക്കണം. നിലവിൽ ഗസ അടക്കി ഭരിക്കുന്നത് ഹമാസാണ്. ഹമാസ് ആയുധം ഉപേക്ഷിക്കണം, ആ ആയുധം പലസ്തീൻ അധികൃതർക്ക് കൈമാറണം. ഇസ്രായേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കണം. അതേപോലെ UN സൈന്യം അല്ലെങ്കിൽ UN പരിപാടികൾ അതൊക്കെ നടത്തുന്നതും അവസാനിപ്പിക്കണം. ഈ ഗസ എന്ന് പറയുന്നത് പലസ്തീൻകാർക്ക് മാത്രമായി വിട്ടുകൊടുക്കണം. സമാധാനം പുനരാരംഭിക്കാനായിട്ട് വേണമെങ്കിൽ വിദേശ സൈന്യത്തെ, അത് ഇപ്പോൾ UN തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്, വിദേശ സൈന്യത്തെ ക്രമസമാധാന പാലനത്തിന് വിദേശ സൈന്യത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ ഈ കരാർ അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം ചരിത്രപരം എന്നാണ് ഇതിൻ്റെ, അതായത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ 2 രാജ്യങ്ങളായിരുന്നു, ഒന്ന് ഫ്രാൻസും ഒന്ന് സൗദി അറേബ്യയും. അപ്പോൾ ഈ 2 രാജ്യങ്ങളും പറയുന്നത് ചരിത്രപരമായൊരു പ്രഖ്യാപനമാണ് ഇത്. ഈ പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടാൽ ഈ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സംഘർഷം അവസാനിക്കും എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പക്ഷേ ആ സംഘർഷം അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട. കാരണം ഇപ്പോൾ വരുന്നൊരു വാർത്ത, അവിടെ ഫലസ്തീനിൽ ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നു. അവിടെ 3 സൈനികർ ഇസ്രായേലിൻ്റെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുതിയ വിവരം. അപ്പോൾ സംഘർഷം ഇപ്പോഴും, അതായത് ഇങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുമ്പോഴും മറുവശത്ത് അവിടെ ഏറ്റുമുട്ടൽ തുടരുന്നു. അതായത് നിലവിൽ അവിടെ ഇസ്രായേൽ
ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 10 വരെ. അതായത് അവിടെ ഈ വലിയ രീതിയിലുള്ള ഒരു ദുരിതം അവിടെ നിൽക്കുന്നു. കുട്ടികളടക്കമുള്ളവർ വിശന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അന്താരാഷ്ട്ര സമ്മർദ്ദം വളരെ വലുതാണ് ഇസ്രയേലിൻ്റെ മേൽ. അതായത് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളടക്കം, പ്രത്യേകിച്ച് ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രയേലിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതായത് അവിടെ അടിയന്തരമായൊരു വെടിനിർത്തൽ വരണം, ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഭക്ഷണവും മരുന്നും അടക്കമുള്ളവ എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിലപാടിലേക്ക്. അപ്പോൾ ഇസ്രയേലിൻ്റെ മേൽ വലിയൊരു സമ്മർദ്ദം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴാണ് ഇസ്രയേൽ ഈ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ അത് അവിടെ ഇപ്പോൾ പ്രാവർത്തികമാകുന്നില്ല, അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന UN-ൻ്റെ ഈ നിർണായക പ്രഖ്യാപനം വന്നല്ലോ, അതിൽ ഇതുവരെ ഇല്ലാത്തൊരു പങ്കാളിത്തം അതിലുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും പലസ്തീൻ്റെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ, അവിടെ പലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഭരണസമിതി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അവിടുത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: ഹമാസ് നിരായുധീകരിക്കപ്പെടണം, ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ഹമാസ് ആയുധങ്ങൾ പലസ്തീന് കൈമാറണം, അതേപോലെ തന്നെ ഇസ്രയേലും അവരുടെ സൈന്യത്തെ പിൻവലിക്കണം. സമാനമായ ആവശ്യമാണ് മറ്റ് രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതായത് ഈ സമിതിയുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ഫ്രാൻസും സൗദി അറേബ്യയാണ്. പിന്നെ അറബ് ലീഗ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ മുസ്ലിം രാഷ്ട്രങ്ങളാണ് അതിലുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഈ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ ഹമാസിനെതിരെ നിലപാടെടുത്ത് രംഗത്തുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള മറ്റ് കക്ഷികൾ ഇവരൊക്കെയാണ്. ഒന്ന് അറബ് ലീഗ്, യൂറോപ്യൻ യൂണിയൻ, ഈജിപ്ത്, ഖത്തർ, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, UK അതായത് ബ്രിട്ടൻ, കാനഡ, അയർലൻഡ്, സ്പെയിൻ, ഇറ്റലി, ജപ്പാൻ, ബ്രസീൽ, മെക്സിക്കോ, നോർവേ, സെനഗൽ. അപ്പോൾ ഇത്രയും രാഷ്ട്രങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നത്. ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ സമയവും കൂടി അതിനിർണായകമാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സെപ്റ്റംബറിൽ വരികയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന നിലപാട് നിർണായകമാകും. കാര്യം വലിയ രീതിയിലുള്ളൊരു നിലപാടിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേലിനെതിരെയും ഒരു പക്ഷേ അമേരിക്കക്കെതിരെയും നടപടിയെടുക്കാൻ ഐക്യരാഷ്ട്രസഭ നിർബന്ധിതമാകുന്നൊരു സാഹചര്യമുണ്ട്. കാര്യം അവിടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ളവരുടെ നിലപാടിനെ ഇസ്രയേലും അമേരിക്കയുമാണ് അതിനെ തടവെക്കുന്നതെന്നുള്ളതാണ് പൊതുവേ ഒരു നിലപാട്. പക്ഷേ ഇസ്രയേൽ ആരോപിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്താനായിട്ട് ഹമാസിന് താല്പര്യമില്ലെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. കാരണം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടേണ്ട, അവർക്ക് സമാധാനമല്ല യുദ്ധം വേണം എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാടെന്നാണ് ഇസ്രയേലിൻ്റെ പക്ഷം. അമേരിക്കയും സമാനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനത്തിൽ അവിടുത്തെ ജോലി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കൂ, ഹമാസിന് സമാധാനത്തിന് താല്പര്യമില്ല, അവർക്ക് മരിക്കാനാണ് താല്പര്യമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത്. നിലവിൽ ദോഹയിൽ രണ്ട് കൂട്ടരെയും വിളിച്ചു ചേർത്ത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അത് അലസി പിരിയുകയാണ് ഉണ്ടായത്. അവിടെയും ഇതേപോലെ ഈ വെടിനിർത്തൽ സംബന്ധിച്ച് 60 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്നായിരുന്നു രണ്ട് കൂട്ടരുടെയും നിലപാട്, അതായത് ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും. പക്ഷേ ആ ഒരു ധാരണയിലേക്ക് എത്തിയില്ല. ബന്ദികളുടെ കൈമാറ്റം അത് സംബന്ധിച്ചുള്ള അതായത് പ്ലാൻ B ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. അതായത് ഒരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിലും ബന്ദികളുടെ കൈമാറ്റത്തിന് ധാരണയാകും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായ മറ്റൊരു സംഗതി ഈ പറയുന്ന സമ്മേളനത്തിനുണ്ടായി. നേരത്തെ ഹമാസിനും ഫലസ്തീനും അനുകൂല നിലപാടെടുത്തിരുന്ന ചില മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെ അപ്പോൾ അപലപിക്കുന്ന തരത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1200 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. 251 പേരെ തടവിലാക്കി. അതിൽ 50ഓളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആ ഒരു നടപടിയെ അപലപിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഹമാസ് ഒറ്റപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ അനുമാനിക്കാം. അതായത് ഹമാസ് ആണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുന്നതിന് തടസ്സം. അവരുടെ കടുംപിടുത്തമാണ് ഇതിന് പ്രശ്നമെന്ന രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നുവെന്ന് മനസ്സിലാക്കാം. പലസ്തീൻ പോലും ഹമാസിനെ ഇപ്പോൾ ശത്രുപക്ഷത്ത് കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാര്യം ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്നാലും ഈ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഒരു സമാധാനം ഉണ്ടാകും. അതെ.